നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സാധനമാണ് അല്ലേ പ്രഗ്നൻസിയിൽ ക്രേവിങ്സ് വരിക എന്ന് പറയുന്നത്. അത് ഓരോ കൾച്ചറിലും ഡിഫറെൻ്റ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ മാങ്ങ പച്ചമാങ്ങ എന്നൊക്കെ പറയും. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ചോക്ലേറ്റ്സ് ആണ്. ചില കൾച്ചേഴ്സിലൊക്കെ മീറ്റൊക്കെയാണ് പ്രഗ്നൻസി ക്രേവിങ്സ് ആയിട്ട് പറയാറ്. എന്താണ് ശരിക്കും ഈ പ്രഗ്നൻസി ക്രേവിങ്സ്? നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ ചില ഹോർമോൺസ് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, HCG അങ്ങനെ ചില ഹോർമോൺസ് ഭയങ്കരമായിട്ട് കൂടും. അത് കാരണം സ്മെൽസൊക്കെ നമുക്ക് ഭയങ്കര ഇൻറ്റൻസ് ആകും. നമ്മുടെ സെൻസസ് കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്നതിൽ ചേഞ്ചസ് വരാം. അതുകൊണ്ടാണ് ചിലർക്ക് ഇത്രയും നാൾ ഇഷ്ടമുള്ള ഫുഡ്സ് പ്രഗ്നൻസിയിൽ ഭയങ്കര അവേർഷൻ വരാം. ചില ഫുഡ്സിനോട് ഭയങ്കര താല്പര്യം തോന്നാം. ഇതെല്ലാം ഈ ഹോർമോൺസ്, പിന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ റിവാർഡ് പാത്വേ. പക്ഷേ ഇതെന്താണ് അല്ലാത്തത്? ചില ആൾക്കാർ പറയും ഇത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ആണെന്ന്. അതായത് ചോക്ലേറ്റ് ആണോ ക്രേവ് ചെയ്യുന്നത്, മഗ്നീഷ്യം കുറവാണ്, ഉപ്പുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ റൈസ് വേണമെന്ന് തോന്നുന്നുണ്ടല്ലേ, സോഡിയം കുറവാണ്, അങ്ങനെയൊക്കെ പറയും. പക്ഷേ അങ്ങനെയൊന്നും ഒരു കോറിലേഷൻ ഇല്ല. യൂഷ്വലി എനർജി ഡെൻസ് ആയിട്ടുള്ളതും കംഫർട്ട് ഫുഡ്സും. പിന്നെ വേറൊരു കാര്യമുണ്ട്, പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബോഡിയിൽ സ്ട്രെസ് ഉള്ളതല്ലേ. ഫിസിക്കലി ആണെങ്കിലും സൈക്കോളജിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും നല്ല സ്ട്രെസ്സാണ്. അപ്പോൾ ബോഡിക്ക് കംഫർട്ടായിട്ടുള്ള സാധനങ്ങൾ, കംഫർട്ട് ഫുഡ്സ് എപ്പോഴും പ്രോപ്പർ ഒരു റിവാർഡ് തരുന്ന സാധനമാണെന്ന് ബോഡിക്ക് അറിയാം. അങ്ങനെ ഒരു അഡാപ്റ്റേഷൻ ആണെന്നും കുറേ സ്റ്റഡീസൊക്കെ പറയാറുണ്ട്. ഇതിന് ഇപ്പുറത്തെ ഒരു വശമുണ്ട്, നോൺ ഫുഡ് ഐറ്റംസ് ക്രേവ് ചെയ്യുക. അതായത് ഇപ്പോൾ ഐസ്, ക്ലേ, മണ്ണൊക്കെ കഴിക്കാൻ തോന്നുക എന്ന് പറഞ്ഞാൽ നമ്മൾ പൈക്കാന്ന് പറയും. അത് യൂഷ്വലി ഇറ്റ് ഇസ് റിലേറ്റഡ് ടു അയൺ ഡെഫിഷ്യൻസി. അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ നമ്മുടെ രക്തക്കുറവായിട്ട് ബന്ധമുണ്ടെന്ന് ചില സ്റ്റഡീസ് കാണിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ഇത് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ദർ ഇസ് ആബ്സൊല്യൂട്ട്ലി നോ പ്രോബ്ലം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്രേവിങ്സ് ഉണ്ടെങ്കിൽ ഗോ ഹാവ് വാട്ട് യു വാണ്ട് ആസ് ലോങ് ആസ് യുവർ പ്രഗ്നൻസി ഈസ് ലോ റിസ്ക്. നമുക്ക് അങ്ങനെ ഡയബറ്റീസോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ പോവുക, കഴിക്കുക, എൻജോയ് ചെയ്യുക. ഹാവ് ഫൺ ഇൻ യുവർ പ്രഗ്നൻസി. യൂഷ്വലി ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ ആ ഒരു ഛർദിലും ബുദ്ധിമുട്ടൊക്കെ കുറഞ്ഞിട്ട് സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് ഭയങ്കരമായിട്ട് പ്രഗ്നൻസി ക്രേവിങ്സ് പീക്ക് ചെയ്യുക. തേർഡ് ട്രൈമസ്റ്റർ ആകുമ്പോഴത്തേക്ക് അത് കുറഞ്ഞു വരും. സോ ഇഫ് യുവർ ബോഡി വാണ്ട് സംതിങ് അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് സംതിങ്, ഗോ ഹാവ് ഇറ്റ്. ഹാവ് ഫൺ ഇൻ യുവർ പ്രഗ്നൻസി.